ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു വിശുദ്ധ ബാർണബാസ്. സൈപ്രസ് ആയിരുന്ന വിശുദ്ധന്റെ ജന്മദേശം. യേശുവിന്റെ മരണത്തിന് ശേഷം ഉടനെ തന്നെ വിശുദ്ധൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ജെറുസലേമിലെ ആദ്യകാല ക്രിസ്തീയ സമൂഹത്തിലെ ഒരംഗമായി തീരുകയും ചെയ്തു. വിശുദ്ധന്റെ പ്രത്യേക പരാമർശിക്കേണ്ടതായ ആദ്യത്തെ പ്രവൃത്തി അദ്ദേഹം തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പണം മുഴുവൻ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അടിയറ വെച്ചുവെന്നതാണ്. പുതുതായി വിശ്വാസത്തിലേക്ക് വന്ന വിശുദ്ധ പൗലോസുമായി അദ്ദേഹം പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. ആദ്യകാല മതപീഡകനായിരുന്നു വിശുദ്ധ പൗലോസിനെ മറ്റുള്ള അപ്പോസ്തലന്മാർ വിശ്വസിക്കാതിരുന്ന അവസരത്തിൽ വിശുദ്ധ ബാർണബാസ് ആണ് മാനസാന്തരപ്പെട്ട് വിശുദ്ധ പൗലോസിനെ മറ്റുള്ള അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. യേശുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള വിശുദ്ധ പൗലോസിന്റെ കഴിവിനെ ആദ്യമായി തിരിച്ചറിഞ്ഞ വിശുദ്ധ ബാർണബാസിനെ ആഗോള സഭയിൽ എക്കാലവും സ്മരണാർഹനാക്കുന്നു. വിശുദ്ധ ബാർണബാസ് ആയിരുന്നു വിശുദ്ധ പൗലോസിനെ ടാർസോസിൽ നിന്ന് സുവിശേഷ പ്രഘോഷണത്തിനായി അന്തിയോക്കിയിലേക്ക് കൊണ്ടുവന്നത്. ക്രിസ്തുവിന് ശേഷം ഏതാണ്ട് 45-48 കാലയളവിൽ ഇരുവരും ഒരുമിച്ചായിരുന്നു ആദ്യ സുവിശേഷ പ്രഘോഷണ യാത്ര നടത്തിയത്. ബാർണബാസ് ആയിരുന്നു ആ യാത്രയുടെ നായകൻ എന്ന് അനുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളും മാന്യതയും ആകർഷകത്വമുള്ളതായിരുന്നു. അതിനാൽ തന്നെ ലിസ്ട്രായിലെ നിവാസികൾ അദ്ദേഹത്തെ അവരുടെ ജുപ്പിറ്റർ ദേവനായാണ് കരുതിയിരുന്നത്. പുരാതന കാലം മുതൽ തന്നെ സഭയുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ ബാർണബാസിന്റെ നാമം ചേർക്കപ്പെട്ടിട്ടുണ്ട്.